ഈ വീഡിയോയിൽ ഫുൾ ആൻഡ് ഫുൾ ഇസ്രായേലിൻ്റെ അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അതിൽ ഈ 471 ദിവസം കഴിഞ്ഞിട്ട് 3 ബന്ദികളെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് ഹമാസാണ് റിലീസ് ചെയ്തത്. ഹമാസ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ അവർ കൃത്യമായിട്ട് അവരുടെ ഒരു ഞങ്ങൾ തളർന്നിട്ടില്ല, ഞങ്ങൾ ഇപ്പോഴും അതിശക്തരായിട്ട് ഗാസയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാനാണ് ഈ ഒരു റിലീസിലൂടെ അവർ ശ്രമിച്ചത്. പിന്നെ ബേസിക്കലി ഒരു 3 ഹോസ്റ്റേജസും അവർക്ക് വലിയ കേടുപാടുകളൊന്നും ഇല്ല. പിന്നെ ശാരീരികമായിട്ട് ഫിസിക്കലി അവർ ഓൾറെഡി ഫിറ്റാണ്. ഇനി മെന്റലി ഉള്ള കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് ഇനി ചെക്ക് ചെയ്യും. പിന്നെ ഇവരുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും ഇതുവരെ എടുത്തിട്ടില്ല. IDF ഇനി സ്റ്റേറ്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. പ്രാഥമികമായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഇവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തിയ തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പിൽ അവർ ആംബുലൻസും കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഡോക്ടേഴ്സിന്റെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഫിസിക്കൽ അതുപോലെ മെന്റൽ അതുപോലെ ഗൈനക്കോളജിയാണ് പ്രാഥമികമായിട്ട് ഇവർ എടുത്തു വെച്ചിരുന്നത്. കാരണം ഇവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇമാതിരിയുള്ള കാര്യം, ഏത് കണ്ടീഷൻ, ഏത് സാഹചര്യത്തിലാണ് ആ ഹോസ്റ്റേജ് റിലീസ് നടക്കുക എന്നുള്ളത് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഇസ്രായേലിന്റെ ഉള്ളിൽ. അപ്പൊ അതുകൊണ്ട് പ്രാഥമികമായിട്ട് തന്നെ ഒരുക്കേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ഈ ഒരു ബന്ദികൾക്കായി കാത്തിരുന്നത്. അപ്പൊ എന്തായാലും ഹമാസ് അവരുടെ വണ്ടിയിൽ തന്നെയാണ് സെൻട്രൽ ഗാസയിൽ ഏതാണ്ട് സറായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരെ ഇറക്കി വിട്ടത്. സറായ സ്ഥലത്ത് വരും എന്നുള്ളത് ഓൾറെഡി തന്നെ റെഡ് ക്രോസ് ഏജൻസികൾക്ക് അവർ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. റെഡ് ക്രോസ് സംഘടനയുടെ കയ്യിലാണ് ഇവർ ഈ 3 ഹോസ്റ്റേജസിനെ ഏൽപ്പിച്ചത്. അപ്പൊ ഗാസയ്ക്ക് ഉള്ളിൽ തന്നെയാണ് അവർ ഇറക്കി വിട്ടത്. ഇത് നമ്മളുടെ വീഡിയോസ് തുടർന്ന് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഇസ്രായേൽ 2 ഗ്രൂപ്പ് ഓഫ് ഹമാസ് തീവ്രവാദികളെ സെൻട്രൽ ഗാസയിൽ ആക്രമിക്കാതെ വിട്ടുവെച്ചിരുന്നു. ഒരാഴ്ചക്ക് മുമ്പ് തന്നെ നമ്മളുടെ വീഡിയോസിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിനെ കുറിച്ച്. കാര്യം വേറെ ഒന്നുമില്ല, ഏതെങ്കിലും ബന്ദികൾ മരണപ്പെടുമ്പോഴത്തേക്കും ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ടാണ് ഈ ഒരു ബന്ദികൾ മരണപ്പെടുന്നത് എന്ന് ഹമാസ് ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് സെൻട്രൽ ഗാസ ഭാഗത്ത് പർട്ടിക്കുലർ ആയിട്ടുള്ള 2 ഏരിയാസ്, അതായത് ഈ ഹമാസിന്റെ ആൾക്കാർ താമസിച്ചിരുന്ന ഏരിയ, ഇത് ഹമാസിന്റെ തീവ്രവാദികളുടെ ഒളിത്താവളമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇസ്രായേൽ സെൻട്രൽ ഗാസ ആക്രമിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. കാരണം ഏറ്റവും അധികം അവർക്ക് ഡൗട്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതേപോലെ സെൻട്രൽ ഗാസയിൽ തന്നെയാണ് ബന്ദികൾ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ ഒരു ഫുൾ ഈവൻസ് നടക്കുന്നതെല്ലാം സെൻട്രൽ ഗാസയിലാണ്. സറായ ഭാഗത്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടന്നത്. അവര് ആകെ മൊത്തത്തിൽ എത്ര പേരുണ്ടോ ആ മൊത്തം ആൾക്കാരും അവരുടേതായിട്ടുള്ള നെറ്റിയിൽ എഴുതിയ ഒരു ടാഗും വെച്ചോണ്ട് ഇത് നമ്മൾ ഈ നെറ്റിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ ചോദിക്കുന്നില്ല. പക്ഷേ അവരങ്ങനെ ആ ഒരു ടാഗ്, ഒരു ഗ്രീൻ കളർ ടാഗ് ഒക്കെ കെട്ടിക്കൊണ്ട് ഒരു പറ്റം ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്ന് ഇറങ്ങി അവരിപ്പോഴും അതിശക്തമായിട്ട് അവിടെ മുന്നോട്ട് പോവുകയാണെന്നുള്ള നിലയിലാണ് അവർ ഈ ബന്ദികളെ വിട്ടുകൊടുത്തിട്ട് മടങ്ങിയത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന, ഹമാസിനെ ആദരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള സന്തോഷവും ഹാപ്പിനെസ്സും കൊടുക്കുന്ന ഒരു മൊമെന്റ് ആയിട്ടാണ് ഇത് മാറിയത്. കാരണം ഹമാസ് ഇപ്പോഴും ഇത്ര അതിശക്തമായ രീതിയിൽ ഗാസയ്ക്കുള്ളിൽ തുടരുന്നു എന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് ആഹ്ലാദത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്, ഹാപ്പി മൊമെന്റ്സിലാണ്. അപ്പൊ എന്നാൽ നല്ലത് തന്നെ. ഇസ്രായേലിന്റെ ഉദ്ദേശം വേറെയാണ്. ഇസ്രായേൽ ബന്ദികളെ എങ്ങനെ മേടിച്ചെടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു നിലപാടായിട്ടുള്ളത്. കാരണം ഇസ്രായേൽ പോയി ആക്രമിച്ച് എടുക്കുമ്പോഴത്തേക്കും എത്ര പേര് അതിനകത്ത് മരണപ്പെടും, ഇത് എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ സീസ് ഫയർ ഡീൽ, ടെമ്പററി സീസ് ഫയർ ഡീൽ എന്നുള്ള ഒരു യുക്തിയുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഒരാളുടെ പേര് റോമി ഗോനൻ. ഞാനിവിടെ 3 ഇമേജസ് വെച്ചിട്ടുണ്ട്. ഈ 3 ഇമേജസുമാണ്, ഈ 3 ലേഡീസാണ് ഇന്ന് റിലീസ് ചെയ്യപ്പെട്ടത്. അതിനകത്ത് പിന്നെ റോമി ഗോനൻ എന്ന് പറഞ്ഞ ഈ ലേഡിയെ അവര് സൂപ്പർനോവ എന്ന് പറഞ്ഞ ആ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന്റെ അവിടെ നിന്നാണ് ഈ ലേഡിയെ പിടിച്ചത്. അടുത്ത 2 ലേഡീസ് എന്ന് പറഞ്ഞാൽ അവര് എമിലി ദാമൈൻ എന്ന് പറഞ്ഞ ഒരു ലേഡി, ഡോറോൺ സ്റ്റെയിൻബർഗ് എന്ന് പറഞ്ഞ ഈ ഒരു ലേഡി, 2 ലേഡീസിനെ ഇവര് കിബുട്സ് ഭാഗത്ത് ഫാറാസ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം, അത് വളരെ ക്ലോസസ്റ്റ് പ്രോക്സിമിറ്റിയിലുള്ള സ്ഥലമാണ്. നമ്മുടെ പല വീഡിയോസിലും ഈ ഒരു സ്ഥലം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇത് വളരെ നടക്കുന്ന വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഗാസ ബോർഡറിൽ നിന്നുള്ള സ്ഥലമാണ് ഈ ഫാറാസ എന്ന് പറഞ്ഞ സ്ഥലം. ഈ ഫാറാസ എന്നാണ് വിളിക്കുന്നത് ഈ സ്ഥലം. കിബുട്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ നിന്നാണ് ഈ ഒരു വീട്ടിനകത്ത് കടന്നു കയറി വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയാണ് ഇവർ പിടിച്ചുകൊണ്ട് പോയത്. ഹൈക്കോർട്ടിൽ ഇന്നൊരു പെറ്റീഷൻ ഇസ്രായേലിന്റെ ഉള്ളിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഈ റിലീസ് ചെയ്യുന്ന ഈ ഒരു തീവ്രവാദികളില്ലേ, ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ജയിൽ പുള്ളികളെ മൊത്തം ഇപ്പം റിലീസ് ചെയ്യുന്നുണ്ടല്ലോ. അതിൽ ടോട്ടലായിട്ട് 1900 പേര് ഇപ്പൊ വന്നിട്ടുണ്ട് ഈ ഒരു ഫസ്റ്റ് ഫേസ് ഡീലിൽ. അപ്പൊ ഈ ഒരു 1900 പേരെ വിട്ടുകൊടുക്കുന്നതിനെതിരെ ഒരു പെറ്റീഷൻ കോർട്ടിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റിട്ടയർഡ് ഭടന്മാർ, അതായത് പണ്ട് IDF വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ, അവരും കൂടെ കഷ്ടപ്പെട്ടിട്ടായിരിക്കുമല്ലോ ഇവരെയൊക്കെ പിടിച്ചത്. അപ്പൊ അങ്ങനെ പിടിച്ചതിന്റെ ഭാഗത്ത് അതിന്റെ ഡിഫൻസ് സിസ്റ്റം കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പിടിച്ച പ്രതികളെയൊക്കെ ഇങ്ങനെ വിട്ടുകൊടുക്കുകയല്ലേ, ഇവരൊക്കെ കുറ്റവാളികളല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള കോടതിയിൽ പേപ്പർ മൂവ് ചെയ്തിരുന്നു. പക്ഷെ കോടതി അത് നിരുപാധികം റിജക്ട് ചെയ്യുകയാണ് ചെയ്തത്. കാരണം വേറെ ഒന്നുമല്ല, ഈ ബന്ദികളുടെ മുന്നിൽ, ആ ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസെന്റ് മുന്നിൽ
ഈ ഒരു പെറ്റീഷൻ നിലനിൽക്കില്ല, രാജ്യത്തിന്റെ താല്പര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത് നെസറ്റിൽ എടുത്ത തീരുമാനമായതുകൊണ്ട് തന്നെ കോടതി അതിനെ നിരുപാധികം തള്ളുകയാണ് ചെയ്തത്. ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ, ഈ ഒരു ബന്ദികളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു ഡീൽ ഒപ്പുവെച്ചതിനെ തുടർന്ന് ഫാർ റൈറ്റിലുള്ള ആ ഒരു ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാർ അതിനെതിരെ ഒരു റാലി, ഒരു സൈഡില് പിന്നെ ബന്ദികളെ വിട്ടുതരണം എന്ന് പറഞ്ഞുള്ള റാലി, ഒരു സൈഡില് ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു ഡീല് സൈൻ ചെയ്തതിനെ ചൊല്ലി അതിനെ എതിർത്തുകൊണ്ട് റാലി. ഇസ്രായേൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഉള്ളിലേക്ക് ഭയങ്കര കോംപ്ലക്സിറ്റിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ റാലികളൊക്കെ അവിടെ തകൃതിയായിട്ട് നടക്കും എന്നുള്ളതാണ്. ടെലവീവ് എന്ന് പറഞ്ഞ നഗരം ഇന്ന് മൊത്തത്തിൽ ബിസി ആയിരുന്നു. പല തരത്തിലുള്ള റാലികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഡീലിനെ അനുകൂലിച്ചൊരു റാലി, ഡീലിനെ എതിർത്തുകൊണ്ട് മറ്റൊരു റാലി, കോടതിയുടെ സൈഡിൽ റാലി. അപ്പൊ ഇങ്ങനെ പല രീതിയിലുള്ള പ്രക്ഷോഭങ്ങളായിരുന്നു ഇന്ന് മൊത്തത്തിലുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും അവസാനം ഈ ഒരു 3 ബന്ദികൾ മോചിതരായി ഈ സീസ് ഫയർ നിലവിൽ വന്നിരിക്കുകയാണ്, ടെമ്പററി സീസ് ഫയർ. ഒസാമ യൂദിത്ത് എന്ന് പറഞ്ഞ വ്യക്തിയും ഇതേപോലെ ഫാർ റൈറ്റ് പാർട്ടിയിലുള്ള ആളാണ്. അയാളും കൂടെ ഇന്ന് ക്വിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ തന്നെ ഇത്താമിർ ബെൻഗിവിർ ഓൾറെഡി തന്നെ ഈ കോയലേഷനിൽ നിന്ന് വിട്ടുപോയിരുന്നു, അതായത് ഈ ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ നിന്ന് വിട്ടുപോയിരുന്നു. അതുപോലെ തന്നെ ഇന്ന് ഒസാമ യൂദിത്ത് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയും കൂടെ ഈ ഒരു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിയെ പിന്തുണയ്ക്കുന്നില്ലെന്നും പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി തന്നെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അവർ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള 2-3 ആൾക്കാരുടെ സപ്പോർട്ട് നേടി. അതുകൊണ്ട് സർക്കാർ എന്തായാലും താഴെ വീഴത്തില്ല. നെതന്യാഹുവിന്റെ പൊസിഷൻ, പ്രൈം മിനിസ്റ്റർ പൊസിഷൻ എന്തായാലും സേഫ് ആണ്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞാൽ ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളാണ്, പക്കാ പൊളിറ്റീഷ്യൻ ആണ്. അയാൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് അയാൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പൊ ഇനി ബെൻകിവർ അല്ല, ഇനി സ്മൂട്രിച്ച് അല്ല, ആര് പറഞ്ഞാലും ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ട് നല്ല പാറക്കുറ്റി പോലെ അങ്ങ് ഇരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഒരു പ്രശ്നമില്ല, ആള് ഫുൾ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാണ്. പിന്നെ ഈ ഒരു ഡീല് സൈൻ ചെയ്തതിൽ 70% ഇസ്രായേലിന്റെ ഉള്ളില് നെതന്യാഹുവിന്റെ സപ്പോർട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. 70% ആൾക്കാർ നെതന്യാഹുവിന്റെ ഈ ഒരു തീരുമാനത്തെ പിന്തുണച്ചിട്ടുണ്ട്. അതായത് ഈ എടുത്ത തീരുമാനം വളരെ വളരെ ശരിയാണെന്നുള്ള നിലപാടാണ് 70% ഇസ്രായേലികൾക്കും ഉള്ളത്. ആ ഒരു ചാനൽ 12 ആയിക്കോട്ടെ, അതേപോലെ പല പ്രൈവറ്റ് ഏജൻസികളും 2-3 ദിവസം കൊണ്ട് ഈ ഒരു ഡീലിനെ ചൊല്ലി, ഗവൺമെന്റിനെ ചൊല്ലി ഒരു സർവേ നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ സർവേയിലാണ് ഒരു 70% നെതന്യാഹുവിന് പിന്തുണ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇലക്ഷനിൽ ഗുണം ചെയ്യുന്ന പരിപാടികളാണ്. നെതന്യാഹു ഞാൻ പറഞ്ഞല്ലോ, ഒരു പക്കാ പൊളിറ്റീഷ്യനാണ്. ആൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ. ഈ ഒരു പിക്ചർ കണ്ടല്ലോ, ഇത് ഇന്നലെ സീസ് ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷം, ഈ ഒരു സീസ് ഫയർ ഉറപ്പിച്ചതിന് ശേഷം ഇന്നലെ വൈകുന്നേരങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഗാസയിലുള്ള ജനങ്ങൾ ആ ഒരു സ്ട്രീറ്റ് സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങളുടെ വീടുകളൊക്കെ എങ്ങനെയുണ്ട് എന്ന് നോക്കിക്കാണാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയപ്പോഴത്തേക്കും കണ്ട കാഴ്ചയാണ് ഈ ഒരു രംഗം. ഇത് കൃത്യമായിട്ട് ഫോട്ടോ എടുത്തിട്ടിട്ടുണ്ട്. ഒരു 15 തരം സ്റ്റില്ലുകൾ ഓൾറെഡി തന്നെ അൽ ജസീറ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 10-15 സ്റ്റില്ലുകൾ അൽ ജസീറ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ഈ ഒരു യുദ്ധം കടന്നുപോയ നാൾ വഴികൾ എന്ന് പറഞ്ഞിട്ട് ഒരു 15 പിക്ചേഴ്സ്. അതിലൊന്നും ഹമാസ് നടത്തിയ ആക്രമണം ഒന്നും അതിനകത്ത് ഇല്ല. പക്ഷേ നേരെ മറിച്ച് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവരെ അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവരത് പ്രൊപ്പഗൻഡയാണ്, ഒരു പ്രൊപ്പഗൻഡ രീതിയിലാണ് ആ ഒരു പിക്ചറെല്ലാം വന്നിരിക്കുന്നത്. മറിച്ച് ഈ ജനസൈഡോ, മറിച്ച് ഈ ഒരു ബന്ദികളെ കടത്തിക്കൊണ്ടുപോയതോ, ഇസ്രായേലിന്റെ ഉള്ളിലോട്ട് അതിക്രമിച്ച് കയറിയതോ, ഇതിന്റെ കാരണമായിട്ടുള്ള ഈ ഒരു യുദ്ധത്തിന് കാരണമായ ഇമേജസ് ഒന്നും അതിനകത്ത് അവർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് എന്തായാലും മനസ്സിലാവും, അത് അങ്ങനെ തന്നെ വരുള്ളൂ. അപ്പൊ ഈ ഒരു പിക്ചർ ഞാൻ എടുത്ത് കാണിച്ചത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ആഘോഷം നടത്തിയ ഈ ഒരു ഹമാസിന്റെ ആ ഒരു തീവ്രവാദികൾ, അവരുടെ മുന്നിൽ ഈ ഒരു പിക്ചർ അവർ കാണുന്നുണ്ടോ, ഈ രംഗം അവർ കാണുന്നുണ്ടോ, ഇത് തന്നെയാണോ അവർ പ്രതീക്ഷിച്ചത്, ഇതാണോ അവരുടെ വിജയം എന്ന് പറഞ്ഞ് അവർ ആഘോഷിക്കുന്നത് എന്നുള്ള നിലയിൽ അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു അവസ്ഥ, തന്നെ സ്വയം വിലയിരുത്തേണ്ട ഒരു അവസ്ഥയിലാണ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ എനിക്കതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അവരാണ് ഇത് കണ്ടിട്ട് ചിന്തിക്കേണ്ടത്. ഇത് ഈ ഒരു അവസ്ഥയിൽ അവർക്ക് ഇത് ഹമാസിലുള്ള ആൾക്കാർ ഇതിനെ ചിന്തിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പുല്ലുപോലെ ഇനിയും ഫണ്ട് വരും, മില്യൺ കണക്കിൽ പൈസ വരും, അവർക്ക് ഇത് റീബിൽഡ് ചെയ്യാനുള്ള ആ കോൺഫിഡൻസിൽ തന്നെയാണ് അവർ ഇതിനെ പുല്ലുപോലെ വിലയിരുത്തിക്കൊണ്ട് പോകുന്നത്. യമന്റെ ഭാഗത്ത് നിന്ന് 2 ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു. 2ഉം ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും യമൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഒരു ത്രെട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ യമന്റെ ഭാഗത്ത് ഒരു ദ്വീപുണ്ട്, ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്ന ദ്വീപാണ്. ഈ ദ്വീപില് ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ എയർ സ്ട്രിപ്പ് അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് അതില്ലായിരുന്നു. ഈ ദ്വീപ് ശരിക്കും പറഞ്ഞാൽ UAE കൈകാര്യം ചെയ്തിരുന്ന ദ്വീപുകളാണെന്നാണ് പറയുന്നത്. അതായത് ഈ യമൻ വാർ ആ ഒരു ടൈമിൽ ഈ സൗദിയും UAE ഒക്കെ ചേർന്നുകൊണ്ട് യമനെതിരെ, ഈ ഹൂത്തികൾക്കെതിരെ ഒരു യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ടൈമിൽ ഈ ഒരു ഐലൻഡ് UAE ആണ് ഹാൻഡിൽ ചെയ്തിരുന്നതായിട്ട് അറിയാൻ പറ്റുന്നത്. അപ്പൊ അവിടെ ചെറിയൊരു എയർ സ്ട്രിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് അത്ര വലിയൊരു എയർ സ്ട്രിപ്പ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് അത് കൺസ്ട്രക്ട് ചെയ്ത് വലിയ തോതിൽ നല്ലൊരു സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു
ട്രാക്ക് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇത് UAE ആണോ ബിൽഡ് ചെയ്തതിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ഇതിനി പല രീതിയിലും ഇതിനെ അന്വേഷിച്ച് ഇതിന്റെ തീരുമാനത്തിൽ എത്തേണ്ടതുണ്ട്. ഇപ്പൊ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഹൂത്തികൾക്ക് പണി കൊടുക്കാൻ പറ്റിയ ഭാഗത്തിലുള്ള ഒരു സ്ഥലമാണിത്. ആ ഒരു ദ്വീപ് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗൾഫ് ഓഫ് ഏദനിൽ ത്രൂ പോകുന്ന ഷിപ്പുകളെയൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റും, അതിനൊരു സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റും. അപ്പൊ ഈ ചുറ്റുപാടും കിടക്കുന്ന ഈ ഒരു രാജ്യങ്ങളും ഈ ഒരു ദ്വീപുകളും, ഇതേപോലെ തന്നെ ഞാൻ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇസ്രായേൽ US UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിക്കുകയാണ്, എവിടെയാണ് നമുക്ക് കുറച്ച് ഹാൾട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അത് അവർക്കൊരു ബേസ് തയ്യാറാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഒരു എയർ സ്ട്രിപ്പോട് കൂടിയുള്ള ബേസ് കിട്ടിക്കഴിഞ്ഞാൽ അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആവുന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു സാറ്റലൈറ്റ് മാപ്പ് പുറത്തു വന്നത്. US ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മാക്സിമം UAE ആവാനാണ് സാധ്യത. ഈ സൊമാലിലാൻഡിലുള്ള പോർട്ട് കൺട്രോൾ ചെയ്യുന്നത് UAE ആണ്. അപ്പൊ സൊമാലിയയാണ് ആ ഒരു റേഞ്ചിലുള്ള സ്ഥലം. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഇത് കൃത്യമായിട്ട് UAE ഹാൻഡിൽ ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് ഇതിന്റെ കൺഫർമേഷൻ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഹൂത്തികളെ ഒരു പരിധി വരെ അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ മെർച്ചന്റ് ഷിപ്സിനുള്ള പ്രൊട്ടക്ഷൻ ഒരുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഹൂത്തികൾക്ക് ശരിക്കുള്ള ഒരു മറുപടി കൊടുക്കാനും പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് ഇത് കരുതുന്നത്. ഇപ്പൊ വേൾഡ് ഫോക്കസ് അങ്ങോട്ടാണ്. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്ഥലം എങ്ങനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ബേസിക്കലി യമന്റെ ഭാഗമാണ് യമൻ. അതായത് ഈ ഒരു ദ്വീപ് ഹൂത്തികളല്ല കൈയടക്കി വെച്ചിരിക്കുന്നത്, അല്ലാതെ യമന്റെ ആക്ച്വൽ റൂളിംഗ് ഇല്ലേ, ആ ഒരു സുന്നി സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ള ആ ഒരു യമന്റെ രണ്ട് ഭാഗത്ത് ഒരു ഭാഗം, അതായത് ഈ ഒരു യമന്റെ സുന്നികൾ റൂൾ ചെയ്യുന്ന ഒരു പാർട്ടുണ്ട് ഈ സൈഡ്. ആ സൈഡാണ് സൗദിയും UAE ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സൈഡ്. അപ്പൊ അവരുടെ സ്ഥലമാണ് ഈ ഒരു യമന്റെ സ്ഥലം തന്നെയാണ് ഈ ഒരു ദ്വീപ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് UAE കൺട്രോൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. UAE അല്ലെങ്കിൽ അഥവാ സൗദി അറേബ്യ, ഈ രണ്ട് രാജ്യങ്ങൾ ഒരു രാജ്യങ്ങളായിരിക്കും ഇത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ സിറിയക്കുള്ളിൽ ചെറിയൊരു ഇഷ്യൂ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അതായത് ഈ കുർദിഷ് പീപ്പിൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരു സെപ്പറേറ്റ് മിലിറ്ററി ബ്ലോക്ക് വേണം എന്നുള്ള രീതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലെ സിറിയയിലെ ഡിഫൻസ് മിനിസ്റ്റർ അയാൾ പറഞ്ഞിരിക്കുന്നത് അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ ഇനിയൊരു ബോർഡർ വെച്ചുകൊണ്ട് ഒരു ബ്ലോക്കായിട്ട് ഒരു ആർമിയായിട്ട് നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഈ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് ഇപ്പൊ US ഒരു ചേഞ്ച് ഓവർ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പഴയ ഗവൺമെന്റ് മാറി പുതിയൊരു ഗവൺമെന്റ് വരാനുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു മെസ്സേജ് ഈ സിറിയൻ ഡിഫൻസ് മിനിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. കാരണം ഈ സിറിയൻ ഡിഫൻസ് മിനിസ്റ്റർ തീർച്ചയായിട്ടും ഈ കുർദിഷ് പീപ്പിളിന്റെ സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തുന്നത് അമേരിക്കയാണ്. അപ്പൊ അമേരിക്കയുമായിട്ട് തീർച്ചയായിട്ടും ഇതിലൊരു ഡിസ്കഷൻ വേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് പ്രാഥമികമായിട്ട് ഈ ഒരു ഡിഫൻസ് മിനിസ്റ്റർ ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അതിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത് അമേരിക്ക തീർച്ചയായിട്ടും ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ കുർദുകൾ എന്ന് പറയുന്ന അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ബ്ലോക്ക് വേണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതായത് ഞങ്ങളുടെ മിലിറ്ററി യൂണിറ്റ് ഞങ്ങൾ നോക്കിക്കോളാം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഇപ്പോഴത്തെ നിലവിലെ സിറിയയിലെ ഡിഫൻസ് മിനിസ്റ്റർ അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും തീർച്ചയായിട്ടും അത് അംഗീകരിക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം US-നെതിരായിട്ടുള്ള ഒരു ബ്ലോക്ക് കൃത്യമായിട്ട് ഇവർ രൂപപ്പെടുത്തുന്നുണ്ട്. ആരാണ്? തുർക്കി, ഖത്തർ ഉൾപ്പെടെയുള്ള രണ്ട് രാജ്യങ്ങൾ അവിടെ കുത്തിത്തിരിപ്പും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കാര്യങ്ങൾ അത്ര രസത്തിലല്ല പോകുന്നത്. ഇപ്പൊ ഇത് ബൈഡൻ ഗവൺമെന്റ് മാറുകയാണ്. ഇനി ട്രംപ് വരുമ്പോഴത്തേക്ക് ഈ ഒരു പോളിസി എന്താണെന്നുള്ളത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അതുവരെ ഈ ഒരു അൺസർട്ടനിറ്റി അവിടെ തുടർന്ന് തന്നെ പോകും. നാളെ എന്തായാലും ട്രംപിന് ഇനോഗ്രൽ സെറമണിയാണ്. അപ്പൊ അത് കഴിഞ്ഞാൽ മാത്രമേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം വരുള്ളൂ. ആസിഫ് വില്യം റഹ്മാൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി, പുള്ളി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ പുള്ളി CIA-യുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2016 മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വ്യക്തി ആണ് ഈ ഒരു ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു പെന്റഗണിലെ പ്ലാൻ ലീക്ക് ചെയ്തതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ഈ ഒരു വ്യക്തിയാണ്. ഇയാളാണ് ഇത് എടുത്ത് ലീക്ക് ചെയ്തത്. ആ ഒരു കേസിൽ ഇയാൾക്ക് കുരുക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ ഡെത്ത് പെനാൽറ്റി വളരെ ഈസി ആയിട്ട് നടത്തുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ഇറാനിലെങ്ങാനുമാണ് ഇപ്പൊ ഇയാൾ ഇത് കാണിച്ചെന്നുണ്ടെങ്കിൽ ഇയാള് ജീവിച്ചിരിക്കില്ല. പക്ഷെ അമേരിക്ക ആയതുകൊണ്ട് തന്നെ അയാളെ ഇപ്പൊ ഡീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ ഒരു ഉദ്ദേശം കണ്ടാൽ തന്നെ അറിയാം എന്തുകൊണ്ടാണ് അയാൾ ലീക്ക് ചെയ്തെന്നുള്ളത്. ഒരു പക്ഷേ ഇതിന്റെ പുറകിൽ മണി ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും ആശയപരമായിട്ടുള്ള താല്പര്യങ്ങളാവാം, അല്ലാന്നുണ്ടെങ്കിൽ മണിയാവാം. ഈ രണ്ട് സാധ്യതകളാണ് ഇതിനകത്തുള്ളത്, വേറെ സാധ്യതകളില്ല. ഒന്ന് മണി, രണ്ട് ആശയം. രണ്ടിന്റെ പേരിലായിരിക്കും ഇത് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.